നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന അല്ലെങ്കിൽ SI ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടർ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹോട്ട് ടോപ്പിക്സ് ആണ്. ആ ഹോട്ട് ടോപ്പിക്സ് പറയുന്നതിന് മുൻപായിട്ട് ഇപ്പൊ ഞാൻ കുറെ നാളുകളായിട്ട് യൂട്യൂബിലൂടെ ഒക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്, അല്ലാതെ കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പല കാറ്റഗറിയിലുള്ള ആസ്പിറൻസിനെ കാണുന്നുണ്ട്. അപ്പൊ ആ കാണുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൊക്കാസ്റ്റിനേഷൻ ആണ്. അത് മാറ്റിവെക്കുകയാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ച് പിന്നെ പഠിക്കാം. അല്ലെങ്കിൽ കുറെ പേർക്ക് പേടി എന്ന് പറയുന്നത് ഇത് പഠിച്ചിട്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ല, എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ നമ്മളെ സമീപിക്കുന്നത്. അപ്പൊ ഈ സമീപിക്കുന്നവരോട് എനിക്ക് ഇപ്പൊ പറയാനുള്ളത്, പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്ന ഒരു പ്ലേ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബ്രെയിന് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു ടെക്നിക്കാണ്. അതായത് പഠനം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമാണ്. അപ്പൊ ബ്രെയിൻ നമ്മളോട് പറയും കുറച്ച് നേരം ഫോൺ നോക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്ക്, അല്ലെങ്കിൽ കുറച്ചു നേരം വാട്സപ്പ് ഒക്കെ നോക്കുക, ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് റീൽസ് ഒക്കെ കാണുക. അതാവുമ്പോൾ നമുക്കൊരു ഒരു ആഘോഷം, നമ്മുടെ ബ്രെയിൻ ഒരു സന്തോഷം ഒക്കെ തോന്നാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു 5 മിനിറ്റ് അങ്ങോട്ടൊക്കെ നടന്നിട്ട് വരാം, പിന്നെ പഠിക്കാം. പിന്നെ തുടർന്ന് പഠിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ അടുത്തൊരു ടാർഗറ്റ്, വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുക. അതിങ്ങനെ നീണ്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. സോ ഇതാണ് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പല സ്റ്റുഡൻസും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. അപ്പൊ ഇതുവരെ സെക്രട്ടറി അസിസ്റ്റന്റ് തുടങ്ങിയിട്ടില്ലാത്തവര്, എന്നാൽ താല്പര്യം ഉണ്ട് താനും, ജോലി കിട്ടണം, അതൊരു സെക്യൂരിറ്റി വേണം, ഒരു സെക്യൂരിറ്റി ജീവിതത്തിൽ വേണം എന്ന ആഗ്രഹവുമുണ്ട്, എന്നാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുമില്ല. പ്രൊക്കാസ്റ്റിനേഷൻ കാരണം ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹോട്ട് ടോപ്പിക്സ് പറയുന്നത്. ഈ ഹോട്ട് ടോപ്പിക്സ് കേട്ടിട്ടും ഇപ്പൊ വലിയ ആവേശത്തിൽ കേട്ടിട്ട് ഇനിയിപ്പൊ നാളെ തൊട്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്നവരോട് പറയാനുള്ളത്, ഇന്ന് തുടങ്ങാത്ത ആരും തന്നെ നാളെ തുടങ്ങാൻ പോകുന്നില്ല. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബ്രെയിന്റെ ഒരു പ്രത്യേകതയാണ്, ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറയാണ് ഇത്രയും കാര്യങ്ങൾ. ഇപ്പൊ ഹോട്ട് ടോപ്പിക്സ് പറയുമ്പോൾ ഒരു 20 ടോപ്പിക്ക് പറയണമെങ്കിൽ ഇത്രയും ഞാൻ ഇനി പഠിക്കണമല്ലോ എന്നാണ് നമ്മൾ ആദ്യം തന്നെ ബ്രെയിന് കൊടുക്കുന്ന സന്ദേശം. സോ അപ്പൊ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു, ഇനിയിപ്പോ നാളെ ആട്ടെ. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പറയേണ്ടത്, ഞാനൊരു 5 മിനിറ്റ് ഒന്ന് ഇരുന്ന് പഠിക്കട്ടെ, 5 മിനിറ്റ് ഞാൻ ഈ ടോപ്പിക്സ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ടോപ്പിക് എടുത്ത് വെച്ചിട്ടൊന്ന് വായിച്ച് നോക്കട്ടെ. അങ്ങനെ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ 5 മിനിറ്റ് ഇരിക്കാം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഇരിക്കുക. 5 മിനിറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് എണീക്കില്ല. അത് 10 മിനിറ്റ് ആവും, 15 മിനിറ്റ് ആവും, 20 മിനിറ്റ് ആവും. അത് നീണ്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യാതിരിക്കുക. സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷൻ വരികയും നമ്മൾ പ്രൊക്കാസ്റ്റിനേഷനിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് പലതരം ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്സിനകത്ത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും പോമോഡോറോ ടെക്നിക്ക് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരിക്കും അത് കൂടുതലായിട്ടും ഫോക്കസോ അറ്റൻഷനോ ഒക്കെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് മാക്സിമം ചെയ്യേണ്ടത് ഒരു 25 മിനിറ്റിൽ കൂടുതൽ ഒരു കാര്യത്തിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മള് പഠിക്കുന്ന സമയത്ത് ഒരു 25 മിനിറ്റ് പഠിക്കുക, അതിനുശേഷം 5 മിനിറ്റ് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം കുറച്ച് ഒന്ന് നടക്കുകയോ പാട്ട് കേൾക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെയും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ 25 മിനിറ്റിന് ശേഷം 5 മിനിറ്റ് പിന്നെയും ഒരു റിലാക്സേഷൻ മോഡിലോട്ട് പോവുക, പിന്നെയും 25 മിനിറ്റ്സ്. ആ രീതിയിലാണെങ്കിൽ മാത്രം നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മുടെ ബ്രെയിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുകയും നമുക്കൊരു ഈസിനെസ് ഫീൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിപ്പോ പല മോട്ടിവേഷൻ വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട എന്താണ്, നമുക്ക് നമ്മൾ തന്നെ ഒരു ട്രീറ്റ് കൊടുക്കുക. ഒരു സെൽഫ് ലവ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്തു. ഇപ്പൊ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഞാൻ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ സെറ്റ് ചെയ്തു 5 മിനിറ്റ് ഓടിച്ചിട്ടൊന്ന് വായിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ മൊത്തം പഠിക്കാനൊന്നും അല്ല നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ സെറ്റ് ചെയ്തു, നമ്മൾ 5 മിനിറ്റ് ഫസ്റ്റ് പേജ് ഒന്ന് വായിച്ചു, അപ്പൊ ജസ്റ്റ് നോക്കിയപ്പോൾ പാർട്ടൊക്കെ കണ്ടു, അതിനകത്ത് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ എന്തിലേക്ക് പോകുന്നു, നമ്മുടെ ടെക്നിക്കിലേക്ക് പോയി. 25 മിനിറ്റ് പഠിച്ചു, 5 മിനിറ്റ് ബ്രേക്ക് ഒക്കെ എടുത്തു. അപ്പം നമ്മൾ ആ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യണം. അതായത് എനിക്ക് എന്താണോ ഇഷ്ടമുള്ളത്, ഇപ്പൊ നല്ലൊരു ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഫുഡ് കഴിക്കുക. അല്ലെങ്കിൽ അതിനുശേഷം നന്നായിട്ട് ചായ കുടിക്കാൻ ആഗ്രഹമുള്ളവർ കാണുമല്ലോ, ചായ ഒക്കെ ഇഷ്ടപ്പെടുന്നത്, ഈ സമയത്തും ചായ അല്ലെങ്കിൽ കോഫി കൊടുത്തു കഴിഞ്ഞാൽ ആഗ്രഹിച്ചു കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോഫി കുടിക്കുക. അപ്പൊ ഒരു ടോപ്പിക്ക് ഫിനിഷ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം
ചെയ്യുക. അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു വലിയൊരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്കത് തരും. നിങ്ങൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ് ആണത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ടാസ്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ ഇരിക്കാതിരിക്കുക. ഐ ഹാവ് ടു സ്റ്റഡി ദ ഹോൾ സിലബസ്, അത് നിങ്ങൾ ബ്രെയിനിലേക്ക് കൊടുക്കാതിരിക്കുക. നമ്മൾ എന്ത് പറയാ, നമ്മളോട് തന്നെ പറയാ, ഐ വിൽ ജസ്റ്റ് റീഡ് 1 പേജ്. ഞാൻ ഒറ്റ പേജേ വായിക്കുന്നുള്ളൂ, ആ പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എണീക്കും. അപ്പൊ പ്രൊക്രാസ്റ്റിനേഷൻ സാധ്യതയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പേഴ്സണലി നമുക്ക് അറിയാം. അപ്പൊ അവരോട് പറയാനുള്ള ഒരു കാര്യങ്ങളാണ് ഞാനിപ്പം തുടക്കത്തിൽ ഒന്ന് പറഞ്ഞത്. നമ്മൾ ഒരിക്കലും ഒരിടത്ത് സ്റ്റക്കായി നിൽക്കരുത്. ആ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തുടങ്ങി കിട്ടാനാണോ പ്രയാസം. ആ തുടങ്ങി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലോ കിട്ടും. ആ തുടങ്ങാനാണ് എല്ലാവർക്കും പ്രയാസം. ആ തുടക്കം എത്രയും പെട്ടെന്ന് ആ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ വെക്കുക. ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം, നമ്മുടെ ബ്രെയിൻ സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ ആ ഒരു അടിസ്ഥാനം മനസ്സിലാക്കുക. ആ ബ്രെയിൻ ആണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ബ്രെയിനിന് കൊടുക്കുന്ന മെസ്സേജസ് ശ്രദ്ധിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നമ്മളെ തന്നെ എന്താണ് കൂടുതൽ ഫോക്കസ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രൊക്രാസ്റ്റിനേഷനെ ഒന്ന് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും അവസരങ്ങൾ വന്നു എന്ന് വരില്ല. ഇപ്പൊ കേസ് ഒക്കെ ആണെങ്കിൽ വർഷങ്ങളായിട്ട് നോക്കിയിരുന്നിട്ട് ഇപ്പോഴാണ് നമുക്ക് PSC ഒരു അവസരം തരാൻ പോകുന്നത്. ഈ ഒരു അവസരം ഇനി വർഷങ്ങൾ കഴിഞ്ഞിട്ടേ വരൂ. അപ്പോഴത്തേക്ക് ഒരു 32 വയസ്സ് കഴിഞ്ഞു പോകുന്ന പല ആൾക്കാരും കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ലൈഫ് ഈസ് ലൈക്ക് ദ ഓഷൻ, അല്ലെ? ഒരു ഓഷൻ പോലെ കിടക്കുകയാണ് നമ്മുടെ ജീവിതം. അത് ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് അങ്ങ് കഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഞാനിപ്പോ പറഞ്ഞു കൊണ്ട് തന്നെ 5 മിനിറ്റ് മതി. ആ ഒരു 5 മിനിറ്റ്സ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തൊന്ന് തുടങ്ങി വെക്കുക. പിന്നെ നമുക്കത് തുറന്ന് കിട്ടിക്കോളും. ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം, പലരും വന്നിട്ട് തുടങ്ങാൻ പറ്റുന്നില്ല, തുടങ്ങാനായിട്ട് മാസങ്ങളോളമായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഒരു തുടക്കം കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ ടാസ്ക് ആയിട്ട് എടുത്ത് തുടങ്ങാതെ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുക. 5 മിനിറ്റ് എന്നുള്ള രീതിയിൽ ഇരിക്കുക, ഒറ്റ പേജ് എന്നുള്ള രീതിയിൽ ഇരിക്കുക. ഇപ്പൊ ഹോട്ട് ടോപ്പിക്സ് പറയുന്നതിന് കാരണം തന്നെ ഇതാണ്. ആ ഹോട്ട് ടോപ്പിക്സ് ഒരു 20-25 എണ്ണം ആണെങ്കിൽ ജസ്റ്റ് ആ ഹോട്ട് ടോപ്പിക്സ് എങ്കിലും സിലബസ് എടുത്ത് വെച്ച് നോക്കിയിട്ട് എവിടേക്കാണ് കിടക്കുന്നതെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ പല ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ അടിസ്ഥാനത്തിൽ നമ്മൾ പല വർഷങ്ങളിലും ഇത് പറയുന്നതാണ്. ഒന്നും കൂടെ പറയാണ്, സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കുറച്ച് പോർഷൻസ് ആണ്. ഇതാണ് നമ്മുടെ പ്രിലിംസിന്റെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇതെല്ലാവർക്കും അറിയാമല്ലോ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് കേരള ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് എല്ലാ വർഷവും ഒരു ചോദ്യം വരുന്ന ഒരു മേഖലയാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ്. പ്രത്യേകിച്ച് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഡച്ചുകാരെ പറ്റിയിട്ടും പോർച്ചുഗീസുകാരെ പറ്റിയിട്ടുമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാവശ്യം അറൈവൽ ഓഫ് യൂറോപ്യൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ഒരു ഡൗട്ടും വേണ്ട, കേരള ഹിസ്റ്ററി ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. സോ ഡച്ചും പോർച്ചുഗീസും അറ്റ്ലീസ്റ്റ് വായിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് വായിച്ചാൽ മാത്രം പോരാ, കൃത്യമായി പഠിക്കണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വായിക്കുക. ആ ഒരു 5 മിനിറ്റ് അവരെ വന്ന വർഷവും അവരുടെ ആ ഒരു രാജാക്കന്മാരുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ഉറപ്പായിട്ടും ഒരു ചോദ്യം എല്ലാ വർഷവും ഉണ്ട്. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാളിനകത്ത് നിന്ന് ഒരു ചോദ്യം വരാനുണ്ട്. പ്രത്യേകിച്ച് മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ടും സ്ത്രീ കഥാപാത്രങ്ങളുണ്ടല്ലോ ട്രാവൻകൂറിലെ, അവരെ പറ്റിയിട്ടുമാണ് എപ്പോഴും, സ്വാതി തിരുനാളിനെ പറ്റിയിട്ടൊക്കെയാണ് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നത്. സോ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ്. അതിൽ നിന്ന് മസ്റ്റായിട്ട് ഒരു ചോദ്യം ഉണ്ടാവും. അത് പക്ഷെ എല്ലാവരും പഠിച്ച ഒരു മേഖല തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്ന ചട്ടമ്പി സ്വാമികളും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും ഒക്കെ വൈകുണ്ഠ സ്വാമികളെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അത് നിങ്ങൾ മാക്സിമം +1 +2 ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് നോക്കി ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്. സോ കേരള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇത് മസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഏതൊക്കെയാ? അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ.
ഓക്കെ. അതുപോലെ സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് ഏതൊക്കെയാണ്, അതായത് കേരളത്തിൽ നടന്നിട്ടുള്ളത് തന്നെ കൃത്യമായി പഠിക്കുക. പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം, ഇത് ഇത്രയും പഠിക്കുക. ഇത് മാക്സിമം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കേരള ചരിത്രം വായിക്കുക. അതിനുശേഷം +1 +2 ആ ഒരു +2 ടെക്സ്റ്റ് ബുക്ക് അറിയാമല്ലോ, അത് കൃത്യമായി പഠിക്കുക. ദെൻ കേരള ഹിസ്റ്ററി കഴിഞ്ഞ് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും ചോദ്യങ്ങൾ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് അക്ബറിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ഒരു 2022 തൊട്ട് അക്ബറിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അക്ബറിന്റെ ഭരണപരിഷ്കാരങ്ങളെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ NCERT നോക്കി, 7ാം ക്ലാസ്സിലെ NCERT നോക്കി കൃത്യമായി പഠിക്കുക. ദെൻ +2ലെ NCERTക്കകത്തും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർക്കറിയാം അത് കൃത്യമായിട്ട് ആ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് പഠിക്കുക. ഓക്കെ. അപ്പൊ അക്ബറിന്റെ ഭരണപരിഷ്കാരം, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, അത് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുക. പ്രിലിംസിന് 1 or 2 മാർക്കിൽ കൂടുതൽ ഇവിടുന്ന് ചോദിക്കത്തില്ല. അതിനകത്ത് അക്ബർ ആയിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അത് കൃത്യമായി പഠിക്കുക. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, അത് എല്ലാ വർഷവും ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്, എങ്കിലും കൂടുതലായിട്ട് ബ്രിട്ടീഷുകാരുടെ തുടക്കത്തിലുള്ള യുദ്ധങ്ങള് 1987ലെ 1ാം സ്വാതന്ത്ര്യ സമരം സ്ഥിരം ചോദ്യമാണ്. ആ ഒരു ഏരിയ പഠിക്കുക. അതിനുശേഷം നമ്മുടെ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ്, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ്. ദെൻ ഇവിടെ ടെക്നോളജി, അതായത് നമ്മുടെ ഫോറിൻ പോളിസി, അതുപോലെ ടെക്നോളജി മീൻസ് ISROവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കുക. മഹാത്മാഗാന്ധിയുടെ മൂവ്മെന്റ്, ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്, മഹാത്മാഗാന്ധി ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ +2നകത്ത് ഒരു NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ചാപ്റ്റർ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മഹാത്മാഗാന്ധിയുടെ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. വേൾഡ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ വട്ടം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടത് ഒന്ന് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്, എല്ലാ വർഷവും ചോദിക്കുന്നത്. കൂടുതൽ അമേരിക്കൻ വാർ ചോദിച്ചു കാണാറുണ്ട്. പിന്നെ യുണൈറ്റഡ് നേഷൻ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിലേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് കോൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡ് വേൾഡ് വാർ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്ന ആ ഒരു മേഖലയുണ്ടല്ലോ, അത് കണ്ടിട്ടുണ്ട്. ചൈനീസ് റവല്യൂഷനും ഒരു ക്വസ്റ്റ്യൻ എന്തോ മറ്റോ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. അപ്പൊ അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, അതുപോലെ മുകളിൽ നിന്നും ഓർമ്മയുണ്ടല്ലോ അക്ബറിന്റെ ഭരണപരിഷ്കാരങ്ങള്, 1ാം സ്വാതന്ത്ര്യ സമരം, സോഷ്യൽ റീഫോം മൂവ്മെന്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടത്, ന്യൂസ് പേപ്പർ, മഹാത്മാഗാന്ധി ബാലഗംഗാധര തിലകനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് പേപ്പറിനെ പറ്റിയിട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥിരം ചോദ്യമാണ്. ആ ഒരു അത്രയും ഏരിയ ആദ്യം പഠിക്കുക. അപ്പൊ ഹിസ്റ്ററിയിൽ നിന്നും ഇത്രയും ഹോട്ട് ടോപ്പിക്സ് ആണ്. എന്റെ ഒരു സജഷൻ ആണ്, ഞാൻ നോക്കിയത് വെച്ചിട്ടാണ്. ഇത് എല്ലാവർക്കും എത്രത്തോളം ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്തത് ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ എല്ലാ വർഷവും ചോദിക്കാറുള്ള ഒരു മേഖലയാണ് എർത്തിന്റെ സ്ട്രക്ചർ. ഇത് വേറെ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കണ്ട, +1 NCERT മാത്രം നോക്കുക. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ചോദ്യം വരാറുണ്ട്, റോക്കിൽ നിന്നും വരാറുണ്ട്. ദെൻ ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്ന ഉറപ്പായിട്ടുള്ള ഒരു മേഖലയാണ് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്. കാറ്റുകളെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. മാപ്പിനെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് റിമോട്ട് സെൻസിങ്, GIS സിസ്റ്റം, അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. എർത്തിന്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്കുകൾ, അതുപോലെ തന്നെ പ്രഷർ ബെൽറ്റും വിൻസും, അതുപോലെ മാപ്പിനകത്ത് തന്നെ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. റിമോട്ട് സെൻസിങ്ങും GIS സിസ്റ്റം, ഇത് ഇത്രയും കൃത്യമായിട്ട് നോക്കുക. ഇതിന് ശേഷം ഉറപ്പിച്ചതിന് ശേഷം മാത്രം മറ്റേ സമുദ്രചലനത്തിലേക്കൊക്കെ പോവുക. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് +1 ഇന്ത്യൻ ജോഗ്രഫി എടുത്തു വെച്ചിട്ട് ഒന്നും ഒഴിവാക്കാൻ പറയുന്നില്ല. കാരണം ക്ലൈമറ്റ് ചോദിക്കാറുണ്ട്, ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, അതിന്റെ സ്റ്റേറ്റ്സുകൾ മൊത്തം പഠിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതിനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ +1 ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഫസ്റ്റ് ലൊക്കേഷൻ, സെക്കൻഡ് ചാപ്റ്റർ തൊട്ടിട്ടുള്ള ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ, അതുപോലെ എന്താണ് നോർത്ത് ഗ്രേറ്റ് പ്ലെയിന്, പെനിൻസുല പ്ലേറ്റു, കോസ്റ്റൽ പ്ലെയിന്, അത് കൃത്യമായി പഠിക്കുക. ഓക്കെ. പിന്നെ റിവേഴ്സിനെ പറ്റിയിട്ട് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഗംഗ, ബ്രഹ്മപുത്ര, അതുപോലെയുള്ള സിന്ധു പറയുന്ന ആ റിവേഴ്സിനെ പറ്റിയിട്ടും, പെനിൻസുല റിവേഴ്സും, അത് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇവിടെ ഈ ഒരു വെജിറ്റേഷൻ, അഗ്രികൾച്ചർ അങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു മേഖല ഉണ്ടല്ലോ, അവിടെ പ്രത്യേകിച്ച് നിലവിൽ ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് ഖാരിഫ്, റാബി വിളകളെ പറ്റിയിട്ട് മാത്രം നിലവിൽ നോക്കുക. ഹോട്ട് ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കുക കേട്ടോ. അതായത് നമ്മുടെ മെഡിറ്ററേനിയൻ കടലിലുണ്ടാകുന്ന പ്രതിഭാസമൊക്കെ ഉണ്ടല്ലോ, സൈക്ലോണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ +1 ടെക്സ്റ്റ് ബുക്ക് മാത്രം റെഫർ ചെയ്യുക. അതിനകത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ ചാപ്റ്റേഴ്സ് കൃത്യമായി വായിച്ചു നോക്കുക. ഇപ്പൊ കേരള ജോഗ്രഫിയിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ എപ്പോഴും ചോദിച്ചു കാണാറുള്ള റിവേഴ്സ് ആണ്, കേരളത്തിന്റെ റിവേഴ്സ് ആണ്, അത് വായിച്ചു നോക്കുക. ഓക്കെ. അപ്പൊ ജോഗ്രഫി ഒന്നും കൂടെ പറയാം. എർത്തിന്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്,
പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ്, മാപ്പ്, റിമോട്ട് സെൻസിങ്, GI സിസ്റ്റം. ദെൻ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ജോഗ്രഫി കംപ്ലീറ്റ്, ക്ലൈമറ്റ് ചോദിക്കാറുണ്ട്. അതുപോലെ അഗ്രികൾച്ചറിന്റെ കേസിൽ വരുമ്പോൾ ആ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കേരളയുടെ ജോഗ്രഫി വരുന്ന സമയത്ത് റിവേഴ്സിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുക. ഇനി അടുത്ത എക്കണോമിക്സിലേക്ക് വരുമ്പോൾ എപ്പോഴും ചോദിച്ചു കാണാറുള്ളത് നീതി ആയോഗ് ചോദിക്കാറുണ്ട്, 5 year പ്ലാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ടാക്സ് റവന്യൂ എന്ന് പറയുന്ന മേഖല ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാന്, അതുപോലെ ബഡ്ജറ്റിനെ പറ്റിയിട്ട് ഒന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. റിസർവ് ബാങ്കിനെ പറ്റിയിട്ട് ഒരു സമയത്ത് ഒരു 2022-23 സമയത്ത് റിസർവ് ബാങ്കിനെ പറ്റിയിട്ട് ഉറപ്പായിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ അത് കാണുന്നില്ല. സോ നിങ്ങൾ 5 year പ്ലാന്, നീതി ആയോഗ്, അതുപോലെ തന്നെ ടാക്സ് ആൻഡ് നോൺ ടാക്സ്, ബഡ്ജറ്റ് ഓർത്ത് വെച്ചിട്ട് പോവുക. ഓക്കെ. അടുത്തത് സിവിക്സിലേക്ക് വരുന്ന സമയത്ത് സിവിക്സിനകത്ത് കൂടുതലായിട്ടും നിങ്ങൾ പോക്സോ ആക്ട് കൃത്യമായി നോക്കിയിട്ട് പോവുക. ഈ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് മെയിൻസിനകത്തും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഗവേണൻസ് നോക്കുക. അതുപോലെ വെബ്സൈറ്റുകളെല്ലാം കൃത്യമായി നോക്കിയിട്ട് പോവുക. ഈ പറഞ്ഞ എല്ലാത്തിന്റെയും തന്നെ വെബ്സൈറ്റുകളാണ് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത്. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി, ഇലക്ഷനും പൊളിറ്റിക്കൽ പാർട്ടി, ലക്ഷ്മികാന്ത് നോക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഹ്യൂമൻ റൈറ്റ്സിന്റെ ഓർഗനൈസേഷനെ പറ്റിയിട്ട് പഠിക്കുക. ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയെ പറ്റിയിട്ട് പഠിക്കുക. ഓക്കെ. ബാക്കി ഈ പറയുന്ന എല്ലാം തന്നെ നിങ്ങൾ മാക്സിമം വെബ്സൈറ്റുകൾ റെഫർ ചെയ്യുക. നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നമ്മൾ വെബ്സൈറ്റുകളാണ് കൂടുതലായിട്ടും സിവിക്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ പറയട്ടെ, ഈ ഗവേണൻസ് പഠിക്കുക, ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പഠിക്കുക, അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടി പഠിക്കുക, ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പഠിക്കുക. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നെങ്കിലും എപ്പോഴും ചോദിക്കാറുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ചോദിക്കാറുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് പ്രത്യേകിച്ച് 42, 44, 106, 102 പോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സോ അത് പഠിക്കുക. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ചോദിക്കാറുണ്ട്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്നും, അതിപ്പോ എല്ലാവർക്കും കാണാപ്പാടാണ്, അതുകൊണ്ട് ഞാനത് ഇപ്പൊ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് പറയുന്നില്ല, അത് ഒഴിവാക്കിയേക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുക, ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് പഠിക്കുക, എമർജൻസി പഠിക്കുക, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. പക്ഷെ തുടക്കത്തിൽ ഈ ഇത്രയും ടോപ്പിക്സ് കൃത്യമായി പഠിക്കുക. ഓക്കെ. സിറ്റിസൺഷിപ്പും ഞാൻ നിലവിൽ പറയുന്നില്ല, നമുക്ക് പതുക്കെ അത് പഠിക്കാം ഇത്രയും പഠിച്ചതിന് ശേഷം. അടുത്ത ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന് പറയുന്ന പോർഷനിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഒളിമ്പിക്സിനെ പറ്റിയിട്ട് ഒരു സമയത്ത് സ്ഥിരം ചോദ്യം ഉണ്ടായിരുന്നു. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും കറണ്ട് അഫയേഴ്സിലേക്ക് പോവുക. ഓക്കെ. കറണ്ട് അഫയേഴ്സിലേക്ക് പോവുക. ഇവിടെ ദൃശ്യശ്രാവ്യ കലകളുടെ ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ കായിക രംഗത്തേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട അവാർഡുകൾ പറയുമ്പം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അത് ഒന്ന് നോക്കി വെക്കുക. അതായത് 2023, 24, 25 വരെയുള്ള കറണ്ട് അഫയേഴ്സ് അത് ഒന്ന് ഓടിച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. അതുപോലെ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ ആദ്യ കൃതി, കർത്താവ് സ്ഥിരമായി ചോദിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ കഥാപാത്രങ്ങൾ, കൃതികൾ ചോദിക്കാറുണ്ട്. അതുപോലെ ജ്ഞാനപീഠവുമായിട്ട് ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങളും കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് അവിടുത്തെ ഹോട്ട് ടോപ്പിക്സ്. കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പം എപ്പോഴും ചോദിച്ചു കാണാറുള്ളത് നമ്മുടെ ഈ ഒരു ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ആണ് കൂടുതലായിട്ടും കാണാറുള്ളത്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ചോദിക്കാറുണ്ട്. മെമ്മറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മെമ്മറി ഡിവൈസസ്, പ്രൈമറി, സെക്കൻഡറി ഡിവൈസസ് ചോദിക്കാറുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് പലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ. IT ആക്ടും ചോദിച്ചു കാണാറുണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വരുമ്പം എപ്പോഴും എല്ലാവർക്കും സംശയമാണ് ഇതെല്ലാം കൂടെ പഠിക്കണമെന്ന്. എപ്പോഴും ചോദിച്ചു കാണുന്നത് ISRO, DRDO. ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത് കൃത്യമായി ഒന്ന് റെഫർ ചെയ്തിട്ട് പോവുക. അതിന്റെ പ്രോഗ്രാംസ്, ബാക്കി കാര്യങ്ങളും ഒക്കെ പഠിക്കുക. ഹിസ്റ്ററിയേക്കാൾ കൂടുതൽ കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് പഠിക്കുക. പിന്നെ സ്ഥിരം ചോദ്യം റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ദെൻ വളരെ 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 എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ. എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററിയും പഠിക്കുക. ദെൻ ബയോഡൈവേഴ്സിറ്റി സ്ഥിരം ചോദ്യമാണ്. എൻവയോൺമെന്റൽ ഹസാർഡ്സ്, പൊല്യൂഷൻ, വൈൽഡ് ലൈഫ് കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ISRO, DRDO, ദെൻ റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എനർജി, അതുപോലെ എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ, ബാക്കി ഇന്റർനാഷണൽ ലെവലിലുള്ള ഓർഗനൈസേഷനെ പറ്റിയിട്ടും, അതുപോലെ ബയോഡൈവേഴ്സിറ്റി. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് ഞാൻ പറയുന്നത്. ബാക്കി മലയാളവും മാത്സും ഞാൻ പറയാൻ ആളല്ല, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് നോക്കിയിട്ടും ഇല്ല ഇംഗ്ലീഷിനെ പറ്റിയിട്ടൊന്നും. അപ്പൊ നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ നോട്ട്സും
ബാക്കി മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തോട്ട് ഞാൻ ഇന്ന ഏരിയ വരുമെന്ന് പറയാനായിട്ട് ആളല്ല. സോ ഇത്രയുമാണ്. ഇത് ഞാൻ പറഞ്ഞു, ഞാൻ നോക്കി മനസ്സിലാക്കിയ ഹോട്ട് ടോപ്പിക്സ് ആണ്. അത് നിങ്ങൾക്ക് പലർക്കും പലതായിരിക്കും. അപ്പം എന്തെങ്കിലും നിങ്ങൾക്കും സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് കൊടുക്കുക. എല്ലാവർക്കും അത് ഉപകാരപ്പെടട്ടെ. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന നമ്മുടെ വലിയൊരു വില്ലനെ ഇനിയെങ്കിലും മാറ്റി നിർത്താനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ടെക്നിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ടെക്നിക്സ് മാക്സിമം ഉപയോഗിച്ച് തുടങ്ങാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.